നമസ്തേ, എല്ലാവർക്കും എൻട്രി ഇൻ ഫ്യൂച്ചർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഈ കഴിഞ്ഞ 17/8/2024 കഴിഞ്ഞ LDC പരീക്ഷയിലെ അനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രേഖ ശർമ്മയാണ്. രേഖ ശർമ്മ. അടുത്ത് നമ്മൾ നോക്കുന്നതാണ് മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നതാണ് ചോദ്യം. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ്. പ്രിയ AS എന്ത് ലഭിച്ചത്? ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ സൗരമിക്ഷനായ ആദിത്യ Lന് ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? 1%. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് C ആണ്. ഓൾ ഓഫ് ദി എബവ് 1, 2 and 3 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യമായ വിദ്യാഭ്യാസം നൽകുക. അടുത്ത ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബെയിൽ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത്? ബാംഗ്ലൂർ. അടുത്ത ക്വസ്റ്റ്യൻ 2023 Under-17 ഫിഫ ലോകകപ്പിന് ആതിഥ്യം വഹിച്ചത് ഏതു രാജ്യം? ഇന്തോനേഷ്യ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ മുദ്ര എന്ന പദ്ധതിയുമായി ലക്ഷ്യമിടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ എന്നാണ്. മിഷനാണ് കേട്ടോ. പ്രഗ്യാനാണ് മിഷൻ റോവർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത്. നമസ്തേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക.